ഇന്നലത്തെ കളി കൊണ്ടാവും നമുക്ക് വരുന്ന കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ വാറിനെ പറ്റി, വീഡിയോ അസിസ്റ്റ് റഫറിങ്ങിനെ പറ്റിയും റഫറിങ്ങിനെ പറ്റിയാണ്. അതായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന സംഗതികൾ. അതിനിടയിൽ അജീഷ് ആനന്ദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് ദിലീപിന് ഇതിലൊരു ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റായിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു കോച്ചുണ്ടോ? അതായത് ഏതെങ്കിലും കോച്ചിൻ്റെ സ്ട്രാറ്റജി പ്രത്യേകമായിട്ട് മാറിയതായിട്ട്, അതായത് കളി വികസിക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് നമ്മളെ ഞെട്ടിപ്പിച്ച, അതായത് ഇപ്പം പ്രസ്സിങ് അല്ലെങ്കിൽ അറ്റാക്കിങ്, ബ്ലോക്കിംഗ്, ഇതിലൊക്കെ എന്തെങ്കിലും അത്തരം സംഗതികൾ ചെയ്ത് ഏതെങ്കിലും കോച്ചോ ടീമോ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രാറ്റജി കൊണ്ടുവന്നായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള? പുതുതായിട്ട് അങ്ങനെയൊന്നും കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് ഇപ്പോഴത്തെ നാഷണൽ ടീം കോച്ചസിന് വളരെ ചുരുക്കം സമയം കിട്ടുന്നുള്ളൂ കളിക്കാരുടെ കൂടെ. അപ്പം അത് കാരണം അവർക്ക് പുതുതായിട്ടുള്ള ഓരോന്നും പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അവർക്ക് അറിയണ രീതികളനുസരിച്ച് കളിക്കും. പക്ഷെ ടീമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോർവേയുടെ കോച്ചായ സ്റ്റാൽ ഷോൾബാക്കൻ അവിടെ പണ്ട് അവർക്ക് കളിച്ച കളിക്കാരൻ. ആ കാലത്ത് 98-ലേക്ക് നോർവേ എന്ന് പറഞ്ഞാൽ വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു ഹൈറ്റ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ടീം. ലോങ് ബോൾ കുറെ കളിക്കും, കുറെ ക്രോസ് കൊടുക്കും, ടൂർ ആൻഡ് ഫ്ലൂ അത് ഹെഡ് ചെയ്ത് ഗോളാക്കും. അത്ര ഒരു ബേസിക് ശൈലിയാണ്. ഈ നോർവേ ടീം അതിനപ്പുറം അവർക്ക് സ്കിൽസ് ഉണ്ട്, അവർക്ക് മിഡ്ഫീൽഡിൽ കൂടി പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ കാണാൻ കുറെ കൂടി ഒരു നല്ല ടീമായി മാറ്റിയിട്ടുണ്ട്. അത് ആ കാലത്ത് ഒരു കളിക്കാരൻ്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല കോച്ച് ആവുമ്പോൾ. അതേപോലെ ഈജിപ്റ്റ് നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു, എപ്പോഴും പേടിയോടുകൂടി കളിച്ചിരുന്ന ഒരു ടീമാണ് ഈ മേജർ ടൂർണമെന്റ്സിന് വരുമ്പോൾ. അത് മാത്രമല്ല, ഇപ്പൊ അടുത്ത കാലത്ത് ആഫ്കോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ സാധാരണ ഈ സഫർ ബോൾ, ഹറാം ബോൾ എന്നൊക്കെ പറയുന്ന ഒരു കാണാൻ തീരെ രസമില്ലാത്തൊരു ഫുട്ബോൾ കളിക്കും. പക്ഷെ ഇപ്പോഴത്തെ കോച്ച് ഹൊസാം ഹസൻ അവർ എല്ലാ കാലത്തും ഒരു ലെജൻഡറി സ്ട്രൈക്കർ ആയിരുന്നു. അപ്പൊ എന്താണെന്നില്ല, ഓരോരുത്തരും മനുഷ്യരുടെ ഇൻസ്റ്റിങ്സ് ആണോ, അപ്പൊ കുറച്ചും കൂടി ഒരു അവർക്ക് പറ്റിയൊരു അറ്റാക്കിംഗ് സ്റ്റൈലിൽ അവർ കളിക്കാൻ പറ്റി തവണ. അതാണ് അവർക്ക് സൂട്ട് ചെയ്തത്. എന്താ വെച്ചാൽ അത്രയും നല്ല അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമായിരുന്നു. ഇതിലിപ്പോ നമ്മളിപ്പം സെനഗലും ബെൽജിയമായിട്ടുള്ള കളി, പിന്നീടുള്ള ബെൽജിയത്തിന്റെ കളി, ബെൽജിയം മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിന്താ പദ്ധതി ടാക്ടിക്സിൽ കോച്ച് കൊണ്ടുവന്നു തോന്നിപ്പോകും. കാരണം വെച്ചാൽ അങ്ങനെയല്ല ആദ്യം പോയിക്കൊണ്ടിരുന്നത്, ഇല്ലേ? അപ്പൊ അവസാന ലെവലിലേക്ക് വരുന്ന നല്ല കോച്ചസ് എപ്പോഴും അത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കും. ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്ന മാത്രമല്ല, മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് പേടിയില്ല. ഇപ്പൊ റൂഡി ഗാർസിയുടെ ബെൽജിയത്തിന്റെ കാര്യത്തില് വളരെ മോശമായി തുടങ്ങിയ ഒരു ടീം, അവര് ഡിബ്രോയിനെ ബെഞ്ച് ചെയ്തു, ഡോക്കുവിനെ ബെഞ്ച് ചെയ്തു, ലുക്കാക്കുവിനെ ബെഞ്ച് ചെയ്തു. അപ്പൊ അതിനൊന്നും ഈ സ്റ്റാർ കളിക്കാരെ ബെഞ്ചിലിരുത്താൻ പേടിയില്ല. അത് ഒരു നല്ലൊരു കോച്ചിന്റെ ലക്ഷണമാണ്. ഈ അജീഷ് ആനന്ദ് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ടാക്ടിക്കൽ ട്രെൻഡ് പൊതുവായിട്ട് ഈ ഇത്തവണത്തെ മാച്ചസിൽ ഉണ്ടായിട്ടുണ്ടോ? പൊതുവായിട്ടെന്ന് പറഞ്ഞാൽ കുറെ കൂടി ഒരു അറ്റാക്കിംഗ് ഒരു ലോകകപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ ചുരുക്കം കളികളെ നമുക്കൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഒരു അപ്രോച്ചോടുകൂടി ടീമുകൾ കളിച്ചു എന്ന് പറയാം. ഇപ്പൊ ഇന്നലത്തെ കൊളംബിയ സ്വിറ്റ്സർലൻഡ് എടുത്താൽ തന്നെ അതൊരു നെഗറ്റീവ് കളിയൊന്നും ആയിരുന്നില്ല. അത് രണ്ട് ടീംസും പരസ്പരം കുറെ ക്യാൻസൽ ചെയ്തു എന്നല്ലാതെ രണ്ടുപേരും അവരുടെ ബോക്സിന്റെ അടുത്ത് ഇങ്ങനെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയായിരുന്നില്ല. അർജന്റീന ഈജിപ്ത് മത്സരത്തിന് ശേഷം പൊതുവിൽ ഈ ചർച്ചകളാകെ ഒന്ന് ചൂട് പിടിച്ചിരിക്കുകയാണ് ഈ ലോകകപ്പിലെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യങ്ങൾ. ശ്രാവൺ എസ് സതീഷിൻ്റെ ചോദ്യമാണ്. അർജന്റീന ഈജിപ്ത് മത്സരത്തിൽ ഈജിപ്തിൻ്റെ ഗോൾ വാർ ഉപയോഗിച്ച് റദ്ദാക്കിയതും അർജന്റീനയുടെ വിജയ ഗോളിന് മുൻപുണ്ടായ ഫൗളിനെ പരിശോധിക്കാതിരുന്നതും ഉൾപ്പെടെ നിരവധി വിവാദ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വേദിയിൽ ഇത്തരം തീരുമാനങ്ങൾ മത്സരങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നില്ലേ? വലിയ ടീമുകൾക്കും സൂപ്പർ താരങ്ങൾക്കും അനുകൂലമായ ഒരു പ്രവണത റഫറിങ്ങിൽ ഉണ്ടെന്ന ആരാധകരുടെ ആശങ്കയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? രണ്ട് കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തണം. റെഫറിങ് ഒരു വശത്ത്, വാറ് വേറെ ഒരു വശത്ത്. ഇതിൽ ഒന്നിലും റെഫറിയുടെ കുറ്റമല്ല. ഈ പല എന്താ പറയുക കോൺട്രവേഴ്സീസും വന്നിട്ടുള്ളത് വാർ ഇടപെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ റെഫറിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. ഇപ്പൊ ഈ അർജന്റീന കളിയിലത്തെ ആദ്യം ഈജിപ്തിന്റെ രണ്ടാമത്തെ ഗോള് റദ്ദാക്കണം, അത് റെഫറി അല്ല ചെയ്തത്, വാറിന്റെ ഇടപെടലാണ്. മൂന്നാമത്തെ അർജന്റീന ഗോളിന് മുമ്പ് സാലെ ഫൗൾ ചെയ്തത് ഫൗൾ അല്ലാന്ന് റെഫറി തീരുമാനിച്ചു. അത് 50% റെഫറീസും അത് ഒരു നോർമൽ കോണ്ടാക്ട് ആണെന്നേ പറയുള്ളൂ.
അപ്പൊ അതിലും ഞാൻ റെഫറിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും കാണുന്നില്ല. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം വാർ ഉപയോഗിക്കുന്ന രീതി തെറ്റാണ്. വാർ കൊണ്ടുവന്നത് ക്ലിയർ ആൻഡ് ഓബ്വിയസ് എറേഴ്സ് ഒഴിവാക്കാൻ. ഇപ്പൊ എല്ലാത്തിലും ഇടപെടാൻ തുടങ്ങിയിട്ട് അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ഓൺ ഫീൽഡ് ഡിസിഷൻ വളരെ വ്യക്തമായിട്ട് തെറ്റാണെന്ന് കാണുമ്പോൾ മാത്രമേ ഇടപെടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു തീരുമാനം മാറ്റാൻ 5 മിനിറ്റ് എടുക്കണം, 4.5 മിനിറ്റ് എടുക്കണം. അതിന്റെ അർത്ഥം അതൊരു ക്ലിയർ ആൻഡ് ഓബ്വിയസ് എറർ അല്ല. അപ്പൊ പിന്നെ ഇടപെടരുത്. ഇതിലെ ഒരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നത് എന്താ വെച്ചാൽ, ഈ വാർ ശരിക്കും അതായത് ഇപ്പോൾ നമ്മളെ കളി കാണുന്ന ആൾക്കാർക്ക് എല്ലാം ഉണ്ടാകുന്ന സംശയം ഈ റെഫറി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്. അതായത് ഒരു എറർ കണ്ടു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഒന്ന് നമുക്ക് എന്താ വെച്ചാൽ കളിക്കാർക്ക് അപ്പീൽ ചെയ്യാം അന്നേരം തന്നെ. വാർ അവരുടെ ഹെഡ് പീസിലേക്ക് പറയും ആ ബിൽഡപ്പിൽ ഒരു ഫൗൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബിൽഡപ്പിൽ മറ്റേ കളിക്കാരൻ നമ്പർ 8 ഹാൻഡ് ബോൾ ചെയ്തു, അല്ലെങ്കിൽ ബോക്സിന് തൊട്ട് പുറത്തായിരുന്നു ഫൗൾ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ എന്നൊക്കെ പറയും. അപ്പൊ അതനുസരിച്ചിട്ട് റെഫറി തിരിച്ച് അങ്ങോട്ടും സംസാരിക്കും. അതിലൊരു സേ റെഫറിക്കാണോ? അതായത് നിങ്ങൾ പറഞ്ഞ ശരിയല്ല, രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ വാർ ഇപ്പൊ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇപ്പൊ ജാരൽ കോൺസിന്റെ റെഡ് കാർഡ് മെക്സിക്കോനെതിരെ, അത് വളരെ വ്യക്തമായിട്ടൊരു റെഡ് കാർഡ്, അത് റെഫറി മിസ് ചെയ്തു. അതിൽ ഞാൻ റെഫറി അത്രയും സ്പീഡിൽ കളിച്ച കളിയാണ്, അത് മിസ് ചെയ്തു. അപ്പൊ വാറ് ഹെഡ് പീസിൽ പറയണു അല്ല നിങ്ങൾ ഇതൊന്ന് പോയി ചെക്ക് ചെയ്ത് ക്ലിയർ റെഡ് കാർഡാണ്. അപ്പൊ റെഫറി കളി നിർത്തി പോയി നോക്കും. അങ്ങനെയാണ് ശരിക്കും വാറ് ഉപയോഗിക്കേണ്ടത്. വളരെ ഓബ്വിയസ് ആയിട്ടുള്ള എററിൽ നിങ്ങൾ ഇടപെടുക. ഈ ഒരു വൈൽഡ് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ നെക്സ്റ്റ് വേൾഡ് കപ്പിലല്ല, അതിൻ്റെ അടുത്ത വേൾഡ് കപ്പിലെങ്കിലും ഓഫ് സൈഡ് വിസിലിന് പകരം ഒരു ഡിജിറ്റൽ വിസിൽ, അല്ലെങ്കിൽ ഈ പിന്നെ വാറിന്റെ ഇടപെടൽ ഒരു ഡിജിറ്റൽ സൈൻ ആയിട്ടൊക്കെ വരുന്ന ഒരു സാധ്യതയില്ലേ? അതിനാ ദിലീപ് അംഗീകരിക്കും. വാറ് ഡിജിറ്റൽ ആക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഈ ഫൗൾ എന്നുള്ളത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള തീരുമാനം. ഇപ്പൊ 10 റെഫറികളെ നിർത്തിയപ്പോ ഇന്നലത്തെ ആ സാലയുടെ ഫൗളിന് ഈജിപ്റ്റ് പറയണത് ആൽവറസിന്റെ ടാക്കിൾ, അതിലൊരു 8 റെഫറീസ് പറയും അത് നോർമൽ കോണ്ടാക്ട് ഫൗൾ അല്ല, 2 പേര് ചിലപ്പോൾ പറയും അത് ഫൗളാണ്. അപ്പൊ അത് നമുക്കിപ്പോ ഇന്നലെ എന്നോട് ആരും ചോദിച്ചു, മറ്റേ ഓസ്ട്രിയക്കെതിരെ അർജന്റീന ഗോൾ അടിച്ചപ്പോ അത് ബിൽഡപ്പിൽ ഒരു ഫൗൾ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ഇതിലെന്തുകൊണ്ട് കൊടുത്തില്ല? ഇപ്പൊ പക്ഷെ 2 ഡിഫറെന്റ് റെഫറീസ് ആണ്. നമ്മളെല്ലാരും പ്രോഗ്രാംഡ് റോബോട്ട്സ് ഒന്നുമല്ല. ഞാൻ ചിന്തിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും ഒരേപോലെ അല്ല. അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന് സാധ്യതയില്ലേ ഓഫ് സൈഡ് ലൈൻ ഡിസിഷൻസിന്? തീർച്ചയായിട്ടും ഓട്ടോമേഷൻ. ഇപ്പൊ വിംബിൾഡണിലൊക്കെ അപ്പൊ തന്നെ ഫോൾട്ട് ആണെന്ന് പറയല്ലോ, ബീപ്പ് വരും. അടുത്തത് ഇതേ വിഷയത്തിൽ തന്നെ ഷെമിൻ ഗംഗാധരന്റെ ചോദ്യം: റഫറിയുടെ പല തീരുമാനങ്ങളും സംശയകരവും ഏകപക്ഷീയവും ആയി പോകുന്നത് വളരെയധികം നിരാശാജനകവും റഫറിങ്ങിലെ നിലവാര തകർച്ചയുമായി പോകുന്നില്ലേ? പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾക്കും താരതമ്യേന റാങ്കിങ്ങിൽ താഴെയുള്ള രാജ്യങ്ങൾക്കെതിരെയും ചാമ്പ്യൻ ഓർ വൻകിട ടീമുകൾക്ക് അനുകൂലമായും വരുന്നത് യാദൃച്ഛികമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് ടൂർണമെന്റിന്റെ നിലവാര തകർച്ചയിലേക്കല്ലേ നയിക്കുക? ഏഷ്യൻ ടീംസിനെ എങ്ങനെയത് ബാധിച്ചിട്ടില്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. പൊതുവെ ഇതുവരെ കണ്ട കളികളിൽ ഏഷ്യൻ ടീംസ് പൊതുവെ മോശമായി കളിച്ചിട്ട് പുറത്തായതാണ്, ജപ്പാൻ ഒഴികെ. ജപ്പാൻ കഷ്ടകാലത്തിന് ബ്രസീലിനെ കളിക്കേണ്ടി വന്നു. പക്ഷെ ഈ ഒരു ചോദ്യം നല്ലൊരു ചോദ്യം. ഇതിപ്പോ എല്ലാ കാലത്തും ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്. മികച്ച ടീമിന് ഇപ്പൊ 62 കാർഡ് കിട്ടിയ ഗരിഞ്ചെ ഫൈനലിൽ കളിക്കാൻ സമ്മതിച്ചു. അതൊരു കൺസ്പിറസി തിയറിയാണെന്ന് ആൾക്കാർ അപ്പൊ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. 78 അർജന്റീനയുടെ എല്ലാ മാച്ചസിലും വിവാദങ്ങളായിരുന്നു. അത് അവരുടെ പട്ടാള ഭരണമാണ്, അവര് ഫിഫയുടെ മേലെ പ്രഷർ എക്സേർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ കാലത്തും അങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് വലിയ ടീംസിന് അനുകൂലമായിട്ട് ഇങ്ങനെ ഓരോന്നും നടക്കണമെന്നുള്ളത്. ഗോകുൽനാഥിന്റെ ചോദ്യം: അർജന്റീനക്കെതിരായ മത്സരത്തിൽ ഈജിപ്തിന് അനുവദിക്കാതിരുന്ന ഗോളും ഓസ്ട്രിയക്കെതിരായ അർജന്റീനയുടെ ഗോളും സമാനമായിരുന്നു. റഫറിയും വാറും ഈ 2 സാഹചര്യങ്ങളും കൈകാര്യം ചെയ്തത് വ്യത്യസ്തമായല്ലേ? അത് 2 വേറെ വേറെ റെഫറീസ് ആയതുകൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ റെഫറിമാരുടെ ഒരു കുറ്റമില്ല. അവര് കാണുന്നത് അതിനനുസരിച്ച് അവർ തീരുമാനം ചെയ്യണം. അതൊരു ഓബ്വിയസ് എറർ അല്ലെങ്കിൽ വാർ ഇടപെടാൻ പാടില്ല. ഇപ്പൊ ഒരു കളിയിൽ ഇപ്പൊ ഒരു 90 മിനിറ്റിൽ സാധാരണ നിങ്ങൾക്ക് ഒരു 60-70 ടാക്കിളൊക്കെ കണ്ടു എന്ന് വരും. വളരെ എന്താ പറയുക, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള 2 ടീമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ 30 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു സ്പെയിനും പോർച്ചുഗലൊന്നും ആണെങ്കിൽ അത്ര ഫൗളൊന്നും ഉണ്ടായിരുന്നില്ല ആ കളിയിൽ, അത്ര ടാക്ലിംഗ് ഉണ്ടായിരുന്നില്ല.
പക്ഷെ നേരെ ഇപ്പൊ ഒരു കൊളംബിയ എക്വഡോർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാ മിനിറ്റും ഒരു ടാക്കിൾ ഉണ്ടാവും. അപ്പൊ അത് കളി അനുസരിച്ച്, പക്ഷെ അത് കാരണം നമ്മൾ ഇങ്ങനെ എല്ലാ മിനിറ്റും ഇങ്ങനെ വിസിൽ ചെയ്യാൻ പറ്റില്ല. കളി ഫ്ലോ ചെയ്യാൻ അനുവദിക്കണം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഫൗളിന് മാത്രമേ റെഫറി കളി നിർത്താൻ പാടുള്ളൂ. ഇപ്പൊ ഈ വാറും സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഇന്നലത്തെ മത്സരം ഇതില്ലാത്തൊരു കാലത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക? ആ രണ്ടാമത്തെ ഈജിപ്ത് ഗോൾ ഒരിക്കലും റദ്ദാക്കില്ല. എന്താ വെച്ചാൽ അതില് വാർ ഉണ്ടായിട്ടും അത് റദ്ദാക്കാൻ പാടില്ല ശരിക്കും. എന്താ വെച്ചാൽ അത് നടന്നത് ഈജിപ്ത് ബോക്സിന്റെ അടുത്തും ഗോൾ അടിക്കുന്നത് 100 മീറ്റർ അപ്പുറത്ത് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്. അപ്പൊ ആ സെയിം ഫേസ് ഓഫ് പ്ലേ ആണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം ശരിക്കും ഇടപെടാൻ പാടില്ല. ഇപ്പൊ ആ ഫൗള് ബോക്സിന് തൊട്ട് മുമ്പിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് സാല പാസ് ചെയ്ത് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം സെയിം ഫേസിലാണ് നടക്കേണ്ടത്. ഇതല്ല, ഇത് എത്രയോ മുമ്പ് നടന്നൊരു കാര്യം. അടുത്തത് ദീപുവിന്റെ ചോദ്യമാണ്. ഹാലൻഡ്, ഹാരി കെയ്ൻ, എംബാപ്പെ തുടങ്ങിയ കളിക്കാർ തെളിയിക്കുന്നത് ഫുട്ബോൾ ശക്തിയുടെയും വേഗതയുടെയും കളിയായി മാത്രം മാറുകയാണെന്നാണോ? വിങ്ങർ സ്പേസ് ഉണ്ടാക്കുകയും ഫിസിക്കലി ബ്രില്യൻ്റ് ആയ സ്ട്രൈക്കർക്ക് പാസ് നൽകുകയും ചെയ്യുന്നു എന്നായിരിക്കുന്നു. R9, റൊണാൾഡീന്യോ, മെസ്സി, നെയ്മർ, ഇനിയസ്റ്റ എന്നിങ്ങനെയുള്ള സ്കിൽഡ് കളിക്കാർ ഇനി ഇല്ലാതാവുകയാണോ? R9 എന്നുള്ളൊരു പേര് ഞാൻ കേട്ടു. R9 ഫിസിക്കാലിറ്റിയുടെ ഏറ്റവും ഭയങ്കര എക്സാമ്പിൾ ആയിരുന്നു. ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ പോണ പോലെ ആർക്കും പിടിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഫിസിക്കാലിറ്റി എല്ലാ കാലത്തും ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും മികച്ച സ്ട്രൈക്കേഴ്സ് അവരുടെ സ്ട്രെങ്ത്തും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ സ്കില്ലില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പൊ നിങ്ങൾ ഫ്രാൻസ് കാണുമ്പോൾ എല്ലാ കളിയിലും ഇപ്പോൾ ഒളീസ ആയാലും ഡെംബേലെ ആയാലും ഭയങ്കര സ്കിൽസാണ് അവർ കാണിക്കുന്നത്. അതേപോലെ ഇപ്പോൾ അർജന്റീനയുടെ കളിയിൽ ഒരു മെസ്സി, സ്പെയിനിന്റെ കളികളിൽ യമാൽ, അപ്പം ആ ക്വാളിറ്റിയുള്ള കളിക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ ഹാരി കെയ്നെ പറ്റി പറഞ്ഞത് തീരെ ശരിയില്ലെന്ന് തോന്നുന്നു അതിനകത്ത്. കാരണം ഫിസിക്കല്ലല്ലോ മൂപ്പര് ശരിക്കും ഫിസിക് ഉണ്ട്, പക്ഷെ ബ്രില്യൻസ് ഹാരി കെയ്ന്റെ ഏറ്റവും വലിയ കഴിവ് ആ പൊസിഷണൽ സെൻസ് ആണ്. എവിടെ എത്തണം, തിരിഞ്ഞു നോക്കാതെ പോലും ഡീപ്പായിട്ട് എപ്പോ വരണം, എപ്പോ ബോക്സിലേക്ക് ഓടണം. ആ കെയ്ൻ പലപ്പോഴും തിരിഞ്ഞു നോക്കും പോലും ഇല്ല. പാസ് എവിടെ വരുന്ന അറിയാം, അതനുസരിച്ചിട്ട് ഓടും. നൈജിൽ ദേവസ്യയുടെ ചോദ്യം പോർച്ചുഗൽ ടീമിന്റെ പുറത്താവലുമായി ബന്ധപ്പെട്ടാണ്. പോർച്ചുഗലിന്റെ ഈ ലോകകപ്പിലെ പ്രകടനം നോക്കുമ്പോൾ റൊണാൾഡോ എന്ന വലിയ പ്രതിഭയെ ബെഞ്ചിലിരുത്താനോ പകരം വെക്കാനോ മടിച്ചത് കോച്ച് റോബർട്ടോ മാർട്ടിനസിന്റെ ഏറ്റവും വലിയ ടാക്ടിക്കൽ പിഴവായിരുന്നു. റൊണാൾഡോയ്ക്ക് പകരം ഗോൺസാലോ റാമോസ് ആയിരുന്നെങ്കിൽ പോർച്ചുഗലിന് മറ്റൊരു ഫലം ലഭിച്ചേനെ എന്ന് കരുതുന്നുണ്ടോ? ഇത് ഉത്തരം പറയുമ്പോൾ കാർലോ ആൻസലോട്ടിയുടെ ഒരു ഉത്തരം ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നെയ്മാറിന്റെ പരിക്കിനെ പറ്റി, ഇഫ് മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് വീൽസ് ഹി വുഡ് ബി എ കാർ എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പൊ ആര് കളിക്കായിരുന്നു നമുക്ക് അറിയില്ലല്ലോ. ഇതിപ്പോ റാമോസ് കളിച്ചാൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവുമായിരുന്നു, അറിയില്ല. അതിപ്പോ ഇപ്പൊ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇത്രേ പറയില്ല, റൊണാൾഡോയുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. ഏതൊരു കളിക്കാരനായാലും അവർക്ക് കളിക്കണം. അതിപ്പോ റൊണാൾഡോ ആയാലും മെസ്സി ആയാലും ഇപ്പൊ ബെഞ്ചിൽ ഇന്നലെ ഇരുന്ന ലൗട്ടാറോ മാർട്ടിനസ് ആയാലും എല്ലാവർക്കും കളിക്കളത്ത് ഇറങ്ങി കളിക്കണം. അവർ കളിക്കോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോച്ചിന്റെ ജോലിയാണ്. അത് നിങ്ങൾ ശരിക്കും ചെയ്യണം. അത് നിങ്ങൾക്ക് ഓരോ കളി ജയിക്കാൻ ഏറ്റവും ചാൻസ് തരുന്ന 11 കളിക്കാരെ സെലക്ട് ചെയ്ത് അതില് മറ്റേ ഇയാൾ എത്ര ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്, എത്ര അന്താരാഷ്ട്ര ഗോൾ അടിച്ചിട്ടുണ്ട്, ഇതൊന്നും നോക്കിയിട്ടല്ല സെലക്ഷൻ ചെയ്യേണ്ടത്. കഴിഞ്ഞ ലോകകപ്പില് റൊണാൾഡോനെ ബെഞ്ച് ചെയ്തിട്ട് ആ കളി 6-1 ജയിച്ചു സ്വിറ്റ്സർലൻഡിനെതിരെ. അടുത്ത ചോദ്യം സജേഷിന്റെയാണ്. കാർലോ ആൻസലോട്ടി ബ്രസീലിന്റെ പരിശീലകനായി തുടരുകയും സിദാൻ ഫ്രാൻസിന്റെയും ക്ലോപ്പ് ജർമ്മനിയുടെയും പരിശീലകരായി വരികയാണെങ്കിൽ സൂപ്പർ താരങ്ങളിൽ നിന്ന് മാറി സൂപ്പർ പരിശീലകരുടെ പോരാട്ടമായി 2030 ലോകകപ്പ് മാറാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ ഗാർഡിയോള ഉണ്ടാവും സ്പെയിനിന്റെ. അതുപോലെ മെസ്സി, റൊണാൾഡോ ഇവർ കളിക്കാൻ അടുത്ത 2030 കളിക്കാൻ സാധ്യതയുണ്ട്? റൊണാൾഡോ കളിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി എനിക്ക് തോന്നുന്നില്ല കളിക്കുന്നു. 43 വയസ്സിലൊക്കെ ഇപ്പൊ പറയുമ്പോൾ ഫുട്ബോൾ കുറേ കൂടി ഫിസിക്കലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രായത്തിലൊന്നും ലോകകപ്പ് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പരിശീലകരുടെ കാര്യം ആൻസലോട്ടി അതുവരെ എത്തുമെന്ന് തന്നെ നമുക്കറിയില്ല. പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പൊ ഈ നാഷണൽ ടീം ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. നമുക്ക് ഒരു ക്ലബ് ടീമിന്റെ കൂടെ കിട്ടുന്ന സമയം അതിൻ്റെ ഒരു ചെറിയ അംശം പോലും കിട്ടുന്നില്ല.
അപ്പൊ അതൊരു ശരിക്കും ഒരു ടീം നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി അനുസരിച്ച് വാർത്തെടുക്കാൻ കുറെ സമയം എടുക്കും. അത് പല ആൾക്കാർക്കും ആ സമയം കൊടുക്കുന്നില്ല. അടുത്തത് വൈഷ്ണവിന്റെ ചോദ്യം. ഇക്കാര്യവും നമ്മൾ വിശദമായി ഒരു തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ലോകകപ്പിൽ നിലവിലെ കളികൾ വിലയിരുത്തുമ്പോൾ സ്വന്തം ടീമിനെ മാറ്റി നിർത്തിയാൽ ആര് കിരീടം നേടുമെന്ന് ചോദിച്ചാൽ 10-ൽ 9 പേരും ഫ്രാൻസ് എന്നായിരിക്കും പറയുക. പൊസഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു ടീം ഓപ്പോസിഷൻ വന്നാൽ സത്യത്തിൽ ഫ്രാൻസിനെ പിടിക്കാൻ പറ്റുമെന്ന് കരുതുന്നില്ലേ? 2022-ൽ അന്റോണിയോ ഗ്രീസ്മാനെ തുറുപ്പ് ചീട്ടാക്കി സെമി ഫൈനൽ വരെ അവർ നന്നായി കളിച്ചു. എന്നാൽ ഫൈനലിൽ അർജന്റീന ഗ്രീസ്മാനെ പൂട്ടി. മൈക്കൽ ഒലീസയെ പോലെ ഒരു ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയറിനെ തടഞ്ഞാൽ അത് ഗെയിം ചേഞ്ച് ആവില്ലേ? മൊറോക്കോയ്ക്ക് മുന്നിൽ പോലും ഫ്രാൻസ് ഭയക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? മൊറോക്കോന് മുന്നിൽ ഒരുവിധം എല്ലാ ടീമും ഭയക്കും. എന്താ വെച്ചാൽ അവർ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. പക്ഷെ എൻ്റെ മനസ്സിലാകെ വലിയൊരു വ്യത്യാസം ഇപ്പൊ ഈ 2022-ല് ഒരു ഗ്രീസ്മനാണ് ശരിക്കും ഒരു ക്രിയേറ്റീവ് കളിക്കാരനായിട്ട് ഫിനിഷ് ചെയ്യാൻ എംബാപ്പെ. ഇപ്പൊ അവർക്ക് അനേക ഓപ്ഷൻസ് ഉണ്ട്. ബെഞ്ചിൽ നിന്ന് ഒരു 3-4 ആൾക്ക് വരാൻ പറ്റും. മിഡ്ഫീൽഡിൽ ഇപ്പോൾ എങ്ങാനും ചുവമെനിയോ മാനു കോണിയോ റാബിയോ ഫോമിൽ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിച്ച വോറൻസിയർ എമറിക്ക് അവിടെ വന്ന് കളിക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് 2022 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേം കൂടി മികച്ച കളിക്കാർ ഇപ്പം ഉണ്ട്. അവസാനത്തെ ചോദ്യം ആദിലിൻ്റെ ചോദ്യമാണ്. ആധുനിക ഫുട്ബോളിൽ ഡാറ്റ അനലറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ന് പരിശീലനത്തിലും കളിക്കാരുടെ തെരഞ്ഞെടുപ്പിലും തന്ത്രങ്ങൾ മെനയുന്നതിലും നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഡാറ്റയുടെ അമിത സ്വാധീനം ഫുട്ബോളിനെ കൂടുതൽ ശാസ്ത്രീയവും കൃത്യതയുമുള്ളതാക്കുകയാണോ ചെയ്യുന്നത്, അതോ കളിയുടെ സ്വാഭാവികമായ സൃഷ്ടിപരതയെയും സൗന്ദര്യത്തെയും ഇത് ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നുണ്ടോ? സൗന്ദര്യം ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ലോകകപ്പാണിത്. ആകപ്പാടെ ഉള്ള കളിയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ എല്ലാ ടീംസും ഇതിൽ ശരിക്കും നമുക്ക് ഒരു വളരെ മോശമായി കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന ടീംസ് വിരലിൽ എണ്ണാനുള്ളവരേ ഉള്ളൂ. അവരിൽ തന്നെ ഇപ്പൊ ഒരു സൗദി അറേബ്യയും ഖത്തറും ഒക്കെ അവർക്ക് വരെ ഓരോ നല്ല കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആരും അങ്ങനെ തീരെ മോശമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരും കുറേ കൂടി ഒരു പോസിറ്റീവായിട്ടൊക്കെയാണ് കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്ക് അവർക്കുള്ള കളിക്കാർ വെച്ചിട്ടേ നമുക്ക് കളിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു മെസ്സിയോ എംബാപ്പയോ ഒന്നും ഇല്ല. അപ്പൊ ആ ലിമിറ്റേഷൻസ് വെച്ചിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കളിക്കാരുടെ സെലക്ഷൻ വരുന്നത് അധികവും ഡേറ്റ അനലിറ്റിക്സ് ക്ലബ് ഫുട്ബോളിലാണ്. ഈ അന്താരാഷ്ട്ര ഫുട്ബോളിൽ വരുമ്പോൾ കുറേം കൂടി ഒരു ഫീലൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ഇന്നലെ നമുക്ക് കിട്ടിയിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് ഡേവിഡ് റായ 3 തവണ EPL ഗോൾഡൻ ഗ്ലവ് കിട്ടിയ റായ എന്തുകൊണ്ട് സ്പെയിനിന് കളിക്കുന്നില്ല? അതൊരു ഫീൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ്. അല്ലാതെ ഡേറ്റ നോക്കിയാൽ റായാണ് നിങ്ങളുടെ ഗോൾ കീപ്പർ. പക്ഷെ കോച്ചസിന് അവരുടേതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ ഈ ടീം ബാലൻസ് എങ്ങനെയാണ്, ഈ സെന്റർ ബാക്സ് ആയിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ, ഇതൊക്കെ നോക്കിയിട്ട് അതൊരു ഫീലിംഗ് ബേസ്ഡ്. ഇപ്പൊ ഒരിക്കലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോച്ചിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു AI റോബോട്ടിനെ അവിടെ കൊണ്ടുവച്ചാൽ മതി.